ഇന്ന് നമുക്ക് പച്ചക്കായ വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണേ. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു തട്ട് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെക്കാം. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവി വരത്തില്ലേ, അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്, 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് സിമ്മിൽ വെക്കാം. കാര്യം പച്ചക്കായൊക്കെ അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ പച്ചക്കായ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊന്ന് മാറ്റിയെടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. അതുപോലെ തന്നെ ആ തൊലി കളയരുതേ, അത് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. വെറുതെ എന്തിനാ ഇത്രയും തൊലി അങ്ങോട്ട് കളയുന്നത് അല്ലേ. ഇനി ഒരു ചെറിയൊരു പാത്രം വെക്കാം സ്റ്റവിൽ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ മതി കേട്ടോ, ഓയിലൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് പരിപ്പ്, സാധാരണ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പരിപ്പില്ലേ, അതിട്ട് കൊടുക്കാം. അത്രയും തന്നെ പച്ചമല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ ചെറിയ ജീരകം, വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 2 വറ്റൽമുളക്, 4 പച്ചമുളക്, കീറിയൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതായത് ആ പച്ചമുളകൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം. ഇനി വേറൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അത്യാവശ്യം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒതുക്കിയെടുത്ത അതില്ലേ, മിക്സി ജാറിൽ ഒതുക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കിയെടുത്ത പച്ചക്കായ കൈക്കോ അല്ലെങ്കിൽ സ്പൂണിനോ ഉടച്ചെടുത്താലും മതി, അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ട ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് ഉടച്ചൊടച്ച് ഒതുക്കി ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര്, നല്ല കട്ട തൈര്, പുളിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ഇനി പുളിയില്ലാത്ത കേടാണെങ്കിലും കുഴപ്പമില്ല, അതാണെങ്കിലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കറിക്കുണ്ടല്ലോ, മുളക് പൊടി വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട, ഇത്രയും ഐറ്റംസ് മതി. ഒരു സ്പെഷ്യൽ രുചിയാണ് കേട്ടോ ഇതിന്. ചോറിനെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ല കുറുക്കായിട്ടാണ് നമുക്ക് വേണ്ടത്. ചാറൊന്നും നീട്ടി ആരും എടുക്കരുത്. നമുക്ക് ചോറിനെ കൂടെ കുഴച്ച് കഴിക്കാൻ പറ്റിയ പാകത്തിനാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് തോരനാക്കി എടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയതാണ്. കുറച്ച് ഉള്ളി, ഒരു 2-3 കഷ്ണം മതിയാവും, അത്രയൊന്നും ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഉള്ളിയുടെയൊക്കെ ആ ഒരു കളറ് മാറുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെളുത്തുള്ളി അധികം അങ്ങോട്ട് ഓവർ ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത്, തേങ്ങ ഒതുക്കിയെന്ന് എടുക്കണ്ട, ചിരകിയത് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പച്ചക്കായയുടെ തൊലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോ, പക്ഷെ ഞാൻ ഒഴിച്ചിട്ടില്ല. കാര്യം കുറച്ച് ഡ്രൈ ആയിരിക്കുന്നതാണ് ടേസ്റ്റ്. വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടെങ്കിൽ അതിങ്ങനെ കുറുക്ക് പോലെ ആയിപ്പോവും. നമുക്ക് ഇതുപോലത്തെ തോരനൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് 2 സൈഡ് ഡിഷായല്ലേ. പച്ചക്കായ വെച്ചിട്ട് ഇതുപോലെ നല്ല കുറുകിയൊരു കറിയും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തോരനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും തന്നെ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പച്ചക്കായൊക്കെയാണ് ആശ്രയം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.